7,000 കോടി രൂപ കയ്യിൽ കിട്ടിയിട്ട് അത് അതേപടി പോയൊരവസ്ഥയാണ് ബി ജെ പിക്ക്. സുപ്രീം കോടതിയുടെ വിധി പ്രകാരം അവരുടെ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ പൈസ അസാധുവാക്കിയിരിക്കുകയാണ്. ഇതിൽ ലേശം ചൊടി ഉണ്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക്. സാധാരണ കാര്യങ്ങളൊന്നും അധികം സംസാരിക്കാത്ത, പത്രസമ്മേളനം നടത്താത്ത ആളിന്ന് ഒരു കഥയുമായിട്ടാണ് വന്നത്. ഒരു പഴയ കഥ ഒരു പുതിയ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, ഈ കുചേലൻ നമ്മുടെ ശ്രീകൃഷ്ണന് കുറച്ച് അവില് കൊടുത്തു. ആ അവില് കൊടുത്ത് ചിലപ്പോൾ ഒരു കൈക്കൂലിയായിട്ട് ആരെങ്കിലും കണ്ടാൽ അതിനെയും കോടതി എതിർക്കാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ മൂപ്പര് പറയുന്നത്, ഇപ്പോൾ സൗഹൃദമൊന്നും വേണ്ട, ലോകയ്ക്ക് മതി, ഒന്ന് സമ്മാനം കൊടുക്കണ്ട, സമ്മാനം കൊടുത്താൽ പോയി എന്നുണ്ട്. ഈ വൻകിട കോർപ്പറേറ്റുകളാണ് ഈ 7,000 കോടി കൊടുത്തത് ഇലക്ട്രൽ ബോണ്ട് വഴി. അതൊക്കെ നമ്മുടെ ഇലക്ഷൻ സമയത്ത് അവർ വിനിയോഗിച്ചു പല രീതിയിലും. അപ്പോൾ അതിന് ഉള്ളൊരു കഥയായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ആ കാലത്ത്, അതായത് ഈ ശ്രീകൃഷ്ണനും നമ്മുടെ കുചേലനും കൂടി കണ്ടുമുട്ടിയ സമയത്ത് ഒരു വീഡിയോഗ്രാഫർ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നാണ്. കഥ എങ്ങനെയാണ് നമുക്കൊക്കെ അറിയാവുന്നതാണ്. കുചേലനും നമ്മുടെ ഈ ശ്രീകൃഷ്ണനും സഹപാഠികളായിരുന്നു സാന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിൽ. അത് കഴിഞ്ഞ് അവർ പിരിഞ്ഞിട്ട് ഒരാൾ ദ്വാരകയിൽ രാജാവായി, മറ്റാൾ വളരെ പട്ടിണിയും കഷ്ടപ്പാടുമായുള്ള ജീവിതമാണ്. അപ്പോൾ അയാളുടെ ഭാര്യയാണ് ഈ കുചേലനെ പറഞ്ഞയക്കുന്നത്. നിങ്ങളൊന്ന് പോയി കാണും, നിങ്ങളുടെ കൂട്ടുകാരൻ വലിയ രാജാവൊക്കെ അല്ലേ, അയാളിൽ നിന്ന് തരുവാണെങ്കിലോ. ആ ഓണ കൂട്ടത്തിൽ കുറച്ച് അവിൽ ഉണ്ടാക്കിയതും കൊടുത്തു. ഈ അവിലും കൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് സെറ്റപ്പ് കണ്ടപ്പോൾ നമ്മുടെ കുചേലനാകും മടിച്ചു ഇത് കൊടുക്കാൻ. മൂപ്പര് പിന്നാക്കം വെച്ചു. എങ്കിലും അത് കണ്ടുപിടിച്ച് മൂപ്പര് വാങ്ങി. ഈ സമയത്ത് ഒരു മാപ്ര വന്നുകൊണ്ട് ചാടുകയാണ് വീഡിയോ ക്യാമറയും കൊണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി പറയാണ്, അങ്ങനെയാണെങ്കിൽ ഈ ശ്രീകൃഷ്ണനെ നാളെ കുറ്റക്കാരനാക്കും കൈക്കൂലി വാങ്ങിയതിൻ്റെ പേരിൽ. കാരണം ഏതെങ്കിലും ഒരു പൊതു താല്പര്യ ഹർജിക്കാരൻ ഈ വീഡിയോ കണ്ടിട്ട്, ഈ മാപ്ര എന്തായാലും ആ വീഡിയോ അയാളുടെ ഇതിലിട്ടുണ്ടാവും, ചാനലിട്ടുണ്ടാവും, അത് വൈറലായിട്ടുണ്ടാവും. അതിൻ്റെ ഒരു കോപ്പിയും കൊണ്ട് കോടതിയിൽ പോയിട്ട് ഒരു പൊതു താല്പര്യ ഹർജിന് കൊടുത്താൽ ശ്രീകൃഷ്ണൻ കുറ്റക്കാരനായി, ശ്രീകൃഷ്ണൻ കൈക്കൂലി വാങ്ങി. കാരണം പിന്നീട് ശ്രീകൃഷ്ണൻ ഇയാൾക്ക് ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ളൂ നല്ല രീതിയിൽ വാങ്ങിയ 7,000 കോടിയാണ് സുപ്രീം കോടതി ഇടപെട്ടിട്ട് ഇല്ലാണ്ടാക്കിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ മാത്രമല്ല, ഇത് ഒരു പുതിയ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് അത് പറയുന്നത്. അപ്പോൾ നാട് മുഴുവൻ, ഇന്ത്യ മുഴുവൻ ക്ഷേത്രങ്ങൾ പണിയാനാണ് എന്നെ ദൈവം നിയോഗിച്ചിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ ദൈവങ്ങളൊന്നും ഇദ്ദേഹത്തെ സഹായിക്കുന്നില്ല എന്നുള്ളതാണ് ഈ 7,000 കോടിയുടെ ഈ പോക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇലക്ട്രൽ ബോണ്ട് വഴി ഇതുപോലെ കണക്കില്ലാത്ത പണം കിട്ടുന്നത് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഗുണമാണ്. എന്നാൽ ഭരണകക്ഷിക്കാണ് ഇതിൻ്റെ ഏറ്റവും അധികം ഗുണം കിട്ടുക. കാരണം അവർക്ക് ഈ സംഭാവന തരുന്നവരെ വേണ്ടി ഫേവറായിട്ട് പല കാര്യവും ചെയ്തു കൊടുക്കാൻ പറ്റും. മറ്റേ പ്രതിപക്ഷ കക്ഷികൾക്ക് ഭരണം കിട്ടിയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. എന്തായാലും ഇത് വലിയൊരു അടിയാണ് കിട്ടിയിരിക്കുന്നത് എന്ന സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഇമ്മാതിരി മൗനം പാലിക്കുന്ന പ്രധാനമന്ത്രി ഈ രീതിയിൽ ഇതിനെതിരെ കോടതിയെ പരിഹസിച്ചുകൊണ്ട് തന്നെ എന്ന് പറയാവുന്ന രീതിയിൽ ട്രോൾ ഉണ്ടാക്കിയിരിക്കുന്നത്.